യുവാവ് തന്നെ മാത്രമേ സ്നേഹിക്കുന്നു എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കാമുകിയാവട്ടെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം ആവിഷ്കരിക്കുന്നു. ബോധരഹിതയായ ഭാര്യ കണ്ണു തുറന്നപ്പോൾ തന്നെ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ കെട്ടി നിർത്തിയേക്കുന്നത് കണ്ടിട്ട് അവൾ ഭയന്നു വിറയ്ക്കുന്നു. എന്നാൽ യുവാവിന്റെ കാമുകിയാവട്ടെ ശാന്തമായി സംയമനം പാലിച്ചു. അധികം വൈകാതെ തന്നെ യുവാവ് അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ തട്ടിക്കൊണ്ടുപോയവർ 2 വാളുകൾ ഉപയോഗിച്ച് അവർ കയർ മുറിക്കാനായി ഒരുങ്ങുന്നു. കയറുകൾ മുറിക്കരുതെന്ന് അവരോട് അയാൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നു. 2 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ 2 പേരും അയാളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരായിരുന്നു. ആരെ തിരഞ്ഞെടുക്കുമെന്ന് ഓർത്ത് അയാളുടെ ഹൃദയം മുറിവേറ്റുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ വളരെയധികം ധർമ്മസങ്കടത്തിലാവുന്നു. ഈ സമയം വളരെ ശാന്തമായി ഇരിക്കുന്ന കാമുകയെ കണ്ടിട്ട് എല്ലാം അവളുടെ തന്ത്രങ്ങളാണെന്ന് പെൺകുട്ടി മനസ്സിലാക്കുന്നു. എന്തു തന്നെയായാലും ഭർത്താവ് തന്നെ തിരഞ്ഞെടുക്കുമെന്ന് പെൺകുട്ടി വിചാരിക്കുന്നു. എന്നാൽ പെൺകുട്ടി വിചാരിച്ച പോലുള്ള ഒരു മറുപടി അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവൾ ഒരു പുച്ഛത്തോടെ തന്നെ കാമുകിയുടെ പദ്ധതികളെല്ലാം ഭർത്താവിനോട് വിളിച്ചു പറയുന്നു. പുച്ഛത്തോടെ തന്നെ തന്റെ പക്കലുള്ള ബ്രേസ്ലെറ്റിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന കടാര ഉപയോഗിച്ച് കയർ മുറിക്കുന്നു. അവൾ ഘാതത്തിലേക്ക് വീഴുന്നു. ഭാഗ്യവശാൽ മരക്കൊമ്പുകൾ അവളുടെ വീഴ്ചയെ തടയുന്നു. അങ്ങനെ അവൾ ഒരു തടാകത്തിലേക്ക് വീഴുന്നു. അവളുടെ എല്ലാ ഇച്ഛാശക്തിയും വീണ്ടെടുത്ത് അവൾ കരയിലേക്ക് നീന്തുന്നു. രക്ഷപ്പെട്ട പെൺകുട്ടിയാവട്ടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അവൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഭർത്താവട്ടെ തിടുക്കത്തിൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ യുവാവിന്റെ പ്രവൃത്തിയിൽ മനംനൊന്ത പെൺകുട്ടിയാവട്ടെ ഇനി അയാളുമായിട്ട് തുടർന്നൊരു ജീവിതമില്ല എന്ന് അറിയിക്കുന്നു. അവരുടെ വിവാഹ കരാർ ഇതോടെ റദ്ദാക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ അയാളെ അങ്ങനെ വെറുതെ ഉപേക്ഷിക്കാൻ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. കാമുകി ചെയ്ത പ്രവൃത്തിക്ക് വലിയ തിരിച്ചടി തന്നെ കൊടുക്കുമെന്ന് അവൾ പറയുന്നുണ്ട്.